ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് 1 ശമൂവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായമാണ്. 7-ാം അധ്യായത്തിൽ ശമൂവേലിൻ്റെ ന്യായാധിപനായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളെ കാണുകയും ജനം അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ അനേക വർഷങ്ങൾ അദ്ദേഹം ന്യായപാലനം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രായാധിക്യത്തിലായപ്പോൾ അദ്ദേഹം തൻ്റെ മക്കളായ 2 പേരെ, ജോയൽ, അബിയ എന്നിവരെ ന്യായാധിപന്മാരാക്കുകയാണ്. തനിക്ക് ശേഷം ഇസ്രായേൽ ജനത്തിന് ന്യായം പാലിക്കുവാൻ ഈ 2 മക്കളെ അദ്ദേഹം ആക്കുന്നു. അത് ദൈവത്തോട് ആലോചന ചോദിക്കാതെയാണ് അദ്ദേഹം ആ പ്രവൃത്തി ചെയ്തത്. അവരുടെ സ്വഭാവം വളരെ മോശമായിരുന്നു. അവർ കൈക്കൂലി വാങ്ങുന്നവരും അനീതി പ്രവർത്തിക്കുന്നവരുമായിരുന്നു എന്നിവിടെ രേഖപ്പെടുത്തുന്നു. ശമൂവേലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദൈവികമായ ശുശ്രൂഷയിൽ ബാല്യകാലം മുതൽ വിളിക്കപ്പെട്ട് ആ ഒരു ശുശ്രൂഷയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. ശുശ്രൂഷയിലുള്ളതായ തിരക്ക് മുഖാന്തരം തൻ്റെ മക്കളെ ശ്രദ്ധിക്കുവാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് സാധിച്ചു കാണില്ല. ശമൂവേൽ ഒരു കാര്യം ചിന്തിച്ചാൽ മതിയായിരുന്നു: ദൈവം എങ്ങനെയാണ് തന്നെ ശുശ്രൂഷയിൽ പ്രവേശിപ്പിച്ചത്? ദൈവവിളി ഉണ്ടായിട്ടാണ് താൻ ഈ സ്ഥാനത്തേക്ക് വന്നതെന്ന് അദ്ദേഹം ഓർക്കേണ്ടതായിരുന്നു. ബാല്യകാലം മുതൽ ദൈവം എന്നെ വിളിച്ചു. ഏലി പുരോഹിതനോടൊപ്പം താൻ വളർന്നു. അതാണ് തനിക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാതെ അയോഗ്യമായ, ദൈവം വിളിക്കാത്ത ഒരാളെ ഈ വേലയ്ക്ക് ഏൽപ്പിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നു. മക്കളോടുള്ള സ്നേഹവും അവരോടുള്ളതായ കരുതലും അവരോടുള്ളതായ പക്ഷാഭേദപരമായ സ്നേഹവും ദൈവത്തെ കേൾക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കാതുകൾ അടച്ചു കളയുകയാണ്. ഇന്നും പലപ്പോഴും സുവിശേഷ രംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെയും സ്വന്തം മക്കളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം എല്ലാവരും തത്രപ്പെടുന്ന സാഹചര്യം നമുക്ക് കാണാം. അവരേക്കാൾ കഴിവുള്ളവരും പരിചയമുള്ളവരൊക്കെ നിൽക്കെ തന്നെ ഈ സ്ഥാനത്ത് വന്നാൽ അവർക്ക് ലഭിക്കാവുന്നതായ മാനവും ലഭിക്കാവുന്നതായ സമ്പത്തുമൊക്കെ അംഗീകാരവും മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്രകാരം ഒരു കാര്യം ചെയ്യുന്നത്. ഇവിടെയാണ് മോശ എന്ന മഹാപുരോഹിതനെ നമ്മൾ മാതൃകയാക്കേണ്ടത്. അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വന്നപ്പോൾ യഹോവയായ ദൈവം മോശയോട് ചോദിക്കുന്നു: നിനക്ക് പകരം മറ്റൊരാളെ ഇസ്രായേൽ ജനത്തെ വഴി നടത്തുവാൻ നീ നിർദ്ദേശിക്കുക. മോശ പറഞ്ഞു: ഞാൻ ചെയ്യില്ല, എന്നെ വിളിച്ചത് അവിടുന്നാണ്, അതുകൊണ്ട് അവിടുന്ന് തന്നെയാണ് അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കേണ്ടത്. മോശ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. മോശ ആരുടെയും പേര് പറഞ്ഞില്ല. തൻ്റെ 2 ആൺമക്കളിൽ ആരുടെയെങ്കിലുമൊക്കെ പേര് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു. എന്നാൽ നീതിവാനും പുണ്യവാനുമായ മനുഷ്യൻ അത് ചെയ്തില്ല. അദ്ദേഹത്തിനറിയാം, തൻ്റെ മക്കളെക്കാൾ യോഗ്യതയുള്ളവർ ഈ സമൂഹത്തിലുണ്ട്, ദൈവം അവരെ തിരഞ്ഞെടുക്കട്ടെ. അങ്ങനെയാണ് ദൈവമാണ് യോശുവയുടെ പേര് അവിടെ നിർദ്ദേശിക്കുന്നത്, മോശയല്ല. ഇത് നമ്മൾ മാതൃകയാക്കേണ്ടതായ ഒരു കാര്യമാണ്. ദൈവികമായ ശുശ്രൂഷ, ദൈവം അയക്കുന്ന സ്ഥലത്ത് പോകേണ്ടവരെ തിരഞ്ഞെടുക്കേണ്ടത് ദൈവം തന്നെയാണ്. ദൈവവിളിയില്ലാത്തവരെ ആ സ്ഥാനത്തേക്ക് വരുവാൻ പാടില്ല. ഇന്ന് സഭയിലായാലും രാഷ്ട്രീയത്തിലായാലും സമൂഹത്തിലായാലും എല്ലാം ഇങ്ങനെ വിളിയില്ലാത്തവർ ആ സ്ഥാനം ലഭിച്ചാലുണ്ടാകുന്ന ആ അംഗീകാരത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർ വരികയാണ്. അതിൻ്റെ പരിണതഫലമാണ് സഭയും സമൂഹവും ഇന്ന് അധപ്പതിക്കുവാനും ഒക്കെ കാരണമായത്. ഒരു കാലത്ത് നമുക്കറിയാം, ജീവിതം തന്നെ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി സമർപ്പിച്ചിരുന്ന ആളുകളാണ് ആ സ്ഥാനത്തേക്ക് വന്നത്. അതുകൊണ്ട് അവർ ധനം സമ്പാദിക്കുകയോ അല്ല മറ്റുള്ളവരുടെ ബഹുമാനത്തിനു വേണ്ടി അവർ നടക്കുകയോ ചെയ്തിരുന്നില്ല.
പണ്ടൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ആളുകൾ അവരുടെ സമ്പത്ത് രാഷ്ട്രത്തിന് വേണ്ടി അവർ ചെലവഴിക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയം കൊണ്ട് അവരാരും ഒരു പൈസ പോലും ഉണ്ടാക്കിയിട്ടില്ല. അതെല്ലാം സമൂഹത്തിന് വേണ്ടി നൽകിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് ധനസമ്പാദനവും അധികാരവും ബഹുമാനവും മുന്നിൽ കണ്ടുകൊണ്ട് ആ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ആളുകൾ. പണ്ട് സഭയിലും അങ്ങനെ തന്നെയായിരുന്നു. ജീവിതം കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ആളുകൾ, രക്തസാക്ഷികളാകുവാൻ തയ്യാറായ ആളുകൾ, അവരായിരുന്നു ആ നേതൃസ്ഥാനത്തേക്ക് വന്നിരുന്നത്. ഇന്നോ ആ സ്ഥാനം ലഭിച്ചാൽ തങ്ങൾക്ക് എന്തെല്ലാം അനുഭവിക്കാൻ പറ്റും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടും മാത്രം ആ സ്ഥാനം പ്രതീക്ഷിച്ച് അതിലേക്ക് വരുന്നതായ ശുശ്രൂഷകർ. അങ്ങനെയുള്ളവരെ കൊണ്ട് ഫലവത്തായ പ്രവർത്തനം ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതാണ് ഇവിടെ ശമൂവേലിൻ്റെ മക്കൾക്ക് പറ്റിയത്. അവർ കൈക്കൂലി വാങ്ങുന്നവരും അധർമ്മം പ്രവർത്തിക്കുന്നവരും നീതി മറിച്ച് കളയുന്നവരും ആയി മാറി. അങ്ങനെ വന്നപ്പോൾ ഇസ്രായേൽ ജനം 5-ാം വാക്യം വായിക്കുന്നു, ശമൂവേലിൻ്റെ ഈ മക്കളുടെ ഈ ദൈവഗീതമല്ലാത്ത പ്രവർത്തനം കണ്ടപ്പോഴാണ് അവർ പറഞ്ഞത്, ഇനി ഞങ്ങൾക്ക് ന്യായാധിപന്മാരെ വേണ്ട, രാജാവിനെ വേണം. കാരണം മറ്റെല്ലാ ജാതികളുടെയിലും രാജാക്കന്മാരുണ്ട്. ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന രാജാവ് യഹോവയായ ദൈവമായിരുന്നു. ദൈവമാണ് ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ദൈവമായിരുന്നു ഇവരെ വഴി നടത്തിയിരുന്നത്. അത്ഭുതകരമായി മന്നായും കാടൽ പക്ഷിയൊക്കെ ഇവിടെ പിതാക്കന്മാർക്ക് കൊടുത്ത് ഇവരെയും ദൈവം അത്ഭുതകരമായി വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ രാജാവിനേക്കാൾ ഉപരിയായി ഭൗതികമായ രാജ്യത്വം ഞങ്ങൾക്ക് വേണം, അങ്ങനെ രാജാവിനെ വേണമെന്ന് ഇവർ ആവശ്യപ്പെടുമ്പോൾ ദൈവമെന്ന രാജാവിനെ അവർ തള്ളിക്കളയുന്നതിന് തുല്യമാകുന്നത്. പക്ഷെ അവരുടെ ഈ വലിയ നിർബന്ധം വന്നപ്പോൾ ശമൂവേൽ ദൈവസന്നിധിയിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നു. ദൈവം പറഞ്ഞു, ജനം അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നീ അത് ചെയ്തു കൊടുക്കുക. കാരണം നിൻ്റെ മക്കൾ മുഖാന്തരം അവർ അങ്ങനെ വന്നത്. അവർ ന്യായമായിട്ട് ന്യായപാലനം ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും രാജാവിൻ്റെ കാര്യം ജനം ആവശ്യപ്പെടുകയില്ലായിരുന്നു. അതുകൊണ്ട് അവർ പറയുന്നത് നീ കേൾക്ക്. പിന്നെ ഒരു കാര്യം കൂടി നീ അവരോട് പറയണം, രാജാവ് വന്നാൽ നിങ്ങൾക്കുണ്ടാകാവുന്ന പ്രതിസന്ധികൾ. ദൈവത്തെ വേണ്ടാത്തവരെ ദൈവം തന്നെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പോവുകയില്ല. കാരണം നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും അവിശ്വസിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതാണ് ദൈവം തന്ന സ്വരൂപവും സാദൃശ്യവും. നമ്മൾ നേരത്തെ കണ്ടതാണ് ഫ്രീ വിൽ എന്ന് പറയുന്ന ചിന്ത. ആ ദൈവികമായ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നുകൊണ്ട് ദൈവം ബലം പ്രയോഗിച്ചൊരിക്കലും അവരുടെ നേതൃസ്ഥാനത്ത് നിൽക്കാൻ ദൈവം തയ്യാറില്ല. വെളിപ്പാട് 3:20 പറഞ്ഞു, വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും തുറന്നു തന്നാൽ ഞാൻ അകത്ത് വരും. തുറക്കാനും തുറക്കാതിരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മളത് ദൈവത്തിന് വേണ്ടി ഹൃദയവാതിൽ തുറന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ബലം പ്രയോഗിച്ച് ദൈവം ഒരിക്കലും പ്രവേശിക്കില്ല. അങ്ങനെ പ്രവേശിച്ചാൽ ദൈവം തന്ന സ്വരൂപവും സാദൃശ്യത്തിനും ദൈവം തന്നെ കോട്ടം വരുത്തുകയാണ്. ദൈവനീതി അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഇസ്രായേൽ ജനത്തെ ഉപദേശിക്കാനാണ് ശമൂവേലിന് പറയുന്നത്. രാജാക്കന്മാർ വന്നാലുള്ള അനുഭവം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ദുരിതമുണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. നിങ്ങളെ രാജാക്കന്മാർ ഉപയോഗിക്കും. നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി ഉപയോഗിക്കും. നിങ്ങളുടെ നല്ല സമ്പത്തും അധ്വാന ഫലവുമൊക്കെ അവൻ്റെ കിങ്കരന്മാർക്കും ഷണ്ണന്മാരെന്ന് പറയുന്നത് ഇത് പലർക്കും സംശയം ഉണ്ടാകും. ഏതാണ് ഈ ഷണ്ണന്മാരെന്നിവിടെ രാജകൊട്ടാരങ്ങളിൽ പണ്ടുണ്ടായിരുന്നു. അതായത് ആരോഗ്യതയുടെ ഗാത്രന്മാരായ പുരുഷന്മാരെ കൊണ്ടുവന്ന് അവരുടെ ലൈംഗിക ശേഷി ബലപ്രയോഗത്താൽ ബൈ ഫോഴ്സിൽ ഇല്ലാതാക്കി അന്തഃപുരത്തിന് കാവൽ നിർത്തും. അവർക്ക് സംരക്ഷണത്തിന് വേണ്ടി ആരോഗ്യതയുടെ ഗാത്രന്മാരായ പുരുഷന്മാരെ കൊണ്ടുവന്ന് ബൈ ഫോഴ്സിൽ അങ്ങനെ ആക്കും. അത് രാജകൊട്ടാരങ്ങളുണ്ടായിരുന്നു. ഇത് നമ്മുടെ കർത്താവ് 3 തരം ഷണ്ണത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ വിവാഹോദാശകളൊക്കെ വായിക്കുന്ന സുവിശേഷമാകും. മത്തായിയുടെ സുവിശേഷം
19-ാം അധ്യായത്തിന് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അതിന് 11ഉം 12 വാക്യങ്ങൾ യേശു പറയുന്നുണ്ട്. ദാമ്പത്യം ഒരു ദൈവവിളിയാണ്. എന്നാൽ ഈ ഷണ്ണത്വം ഒരു ദൈവവിളിയായിട്ട് എൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു. ജന്മനാൽ ഷണ്ണന്മാരാകുന്നവരുണ്ട്, ബൈ ബർത്ത് ഇമ്പോർട്ടൻ്റായിട്ട് ജനിക്കുന്ന ആളുകളുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്ന ഷണ്ണന്മാരുണ്ട്. അതാണ് ഈ പറഞ്ഞത്. ബൈ ഫോഴ്സിൽ അവരുടെ ലൈംഗിക ശേഷിയൊക്കെ നശിപ്പിച്ച് അവരെ കാവൽ നിർത്തും. മൂന്നാമതൊരു കൂട്ടരെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അവർ വിവാഹം കഴിക്കേണ്ട സമയത്ത് ക്രിസ്തുവാകുന്ന മണവാളൻ അവർ വിവാഹം കഴിച്ചു എന്ന കൺസെപ്റ്റിൽ അവർ ദാമ്പത്യ ജീവിതം വേണ്ടെന്ന് വെച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ പൂർണ്ണമായി സമർപ്പിക്കുന്ന ആളുകൾ. ഈ 3 തരം ഷണ്ണത്വത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ പണ്ട് കാലങ്ങളിൽ ഇത് രാജകൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ അധ്വാന ഫലങ്ങളൊക്കെ രാജാവിൻ്റെ കിങ്കരന്മാർക്കും അങ്ങനെയുള്ള ഷണ്ണന്മാർക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടി എടുത്ത് വിനിയോഗിക്കും. നിങ്ങളുടെ സ്ത്രീകളെ അധ്വാനിക്കുന്ന സ്ത്രീകളാക്കി മാറ്റും. അപ്പം ഉണ്ടാക്കുന്നവരും വീഞ്ഞുണ്ടാക്കുന്നവരും അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് അവരെ മാറ്റിയിട്ട് അവരെ കൊണ്ട് രാജാവും ആ മറ്റുള്ള പ്രജകളും അവർ സന്തോഷം അനുഭവിക്കും. ആ ദുരിതം അവർക്ക് പറഞ്ഞു കൊടുക്കുവാനൊക്കെ അവിടെ പറയുന്നുണ്ട്. ശാമുവേൽ ഇതൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. 19-21 വാക്യങ്ങൾ വീണ്ടും പറയുന്നു. അങ്ങനെ രാജാവിൻ്റെ പിഴയുണ്ടാകുമ്പോൾ നിങ്ങൾ എന്നോട് കരഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കരച്ചിൽ കേൾക്കുകയില്ല. ദൈവമെല്ലാം മുന്നമേ അറിയിക്കും. ഏതെന്ന പർദീസായാലും പറഞ്ഞു കൊടുത്തു, ഈ വൃക്ഷഫലം ഭക്ഷിച്ചാലുള്ള ഫലം എന്തെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ദൈവം പുറകോട്ട് പിടിച്ച് വലിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും ജനം കേൾക്കാതെ രാജാവിനെ വേണമെന്ന വാശിയിൽ അവർ നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് താല്പര്യമുള്ള ആളുകളെ ശുശ്രൂഷ രംഗങ്ങളിൽ നമ്മൾ കൊണ്ടുവരരുത്. ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ മാത്രം അതിനവർ കൊള്ളാമെന്ന് പരിശോധിച്ചറിഞ്ഞതിന് ശേഷം മാത്രം അങ്ങനെയുള്ളവരെ ശുശ്രൂഷ രംഗങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതില്ലാത്തതിൻ്റെ പരിണതഫലമാണ് ഇന്ന് സഭയും സമൂഹവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ രാജാവ് നമ്മുടെ ദൈവം തന്നെയാണ്. അവനേക്കാൾ വലിയ രാജാവ് നമുക്കില്ല. ആ ദൈവത്തേക്കാൾ ഉപരിയായി ആർക്ക് നമ്മൾ വിധേയപ്പെടേണ്ട കാര്യവുമില്ല. ആ ചിന്തകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുവാൻ ഈ അധ്യായം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.